മാർപ്പാപ്പമാരുടെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ. ക്രിസ്തുവിൻ്റെ വികാരിയും കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനും വത്തിക്കാൻ രാഷ്ട്രത്തിൻ്റെ തലവനുമായ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് ആകാംക്ഷയോടെയാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ എന്നത് സംബന്ധിച്ച് പല പ്രവചനങ്ങളും നിഗമനങ്ങളും നടത്തുക സ്വാഭാവികമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിന് കീഴിൽ സ്വതന്ത്രമായി നടത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഗതി മുൻകൂട്ടി പ്രവചിക്കുക എളുപ്പമല്ല. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കത്തോലിക്കാ സഭയിൽ നിയതമായ നിയമങ്ങളുണ്ട്. അതനുസരിക്കാതെ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ അസാധുവായിരിക്കും. 1996 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച അപ്പസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷൻ യൂണിവേഴ്സി ഡൊമിനിച്ചി ഗ്രേജിസ് ആണ് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നിയതമായ നിയമങ്ങൾ നൽകുന്നത്. ബെനഡിക്റ്റ് മാർപ്പാപ്പ 2007 2013 ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. ഈ നിയമത്തിൻ്റെ ചില വിശദാംശങ്ങൾ പരിശോധിക്കാം. 1. ആരാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്? മാർപ്പാപ്പയുടെ വിയോഗം മൂലമോ രാജിവഴിയോ ശ്ലൈകിക സിംഹാസനം ശൂന്യമാകുമ്പോൾ സഭയിലെ 80 വയസ്സിൽ താഴെയുള്ള കർദിനാൾമാർ ഒരുമിച്ച് ചേർന്ന് രഹസ്യ ബാലറ്റ് വഴി മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. ഈ സമ്മേളനത്തിന് കോൺക്ലേവ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാവുന്ന കർദിനാൾമാരുടെ എണ്ണം 120 കവിയരുത് എന്ന് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രത്യേക നിയമത്തിൽ ഉണ്ടെങ്കിലും നിലവിലുള്ള 252 കർദിനാൾമാരിൽ 135 പേർ 80 വയസ്സിൽ താഴെയുള്ളവരാണ്. എന്നാൽ പ്രത്യേക നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളാൽ അല്ലാതെ തിരഞ്ഞെടുക്കപ്പെടുവാനോ ഉള്ള ആരുടെയും അവകാശം നിഷേധിക്കരുതെന്നും നിയമം അനുശാസിക്കുന്നുണ്ട്. അതിനാൽ നിയമാനുസൃതം യോഗ്യതയുള്ള ആരെയും തിരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കുവാൻ സാധിക്കുകയില്ല. 2. ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുടെ യോഗ്യത സംബന്ധിച്ച് പ്രത്യേക നിബന്ധനകളൊന്നും നിയമത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും സഭയിൽ മെത്രാൻ പട്ടം സ്വീകരിക്കുന്നതിന് യോഗ്യതയുള്ള ആരെയും മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കാവുന്നതാണ്. മെത്രാൻ പദവിയിലുള്ള ആളെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ സമ്മതം നൽകുന്നതോടെ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. മാർപ്പാപ്പയുടെ അധികാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യും. എന്നാൽ മെത്രാൻ പദവി ഇല്ലാത്തയാളെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പദവി സ്വീകരിക്കുന്നതിന് സമ്മതം നൽകിയ ശേഷം മാർപ്പാപ്പയായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പേ മെത്രാഭിഷേകം നടത്തണം. പുരോഹിതൻ പോലുമല്ലാത്ത ഒരാളെ തിരഞ്ഞെടുക്കുവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പാടില്ല എന്ന് നിയമത്തിൽ പറയുന്നില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. മെത്രാൻ അല്ലാത്തയാളെ തിരഞ്ഞെടുത്താൽ എന്നതുപോലെ തന്നെ പുരോഹിതനല്ലാത്തയാളെ തിരഞ്ഞെടുത്താലും പുരോഹിത പട്ടവും മെത്രാൻ പട്ടവും സ്വീകരിച്ച ശേഷം മാത്രമേ അദ്ദേഹത്തിന് മാർപ്പാപ്പയുടെ സ്ഥാനം ഏറ്റെടുക്കുവാൻ സാധിക്കൂ. അതിന് യോഗ്യതയുള്ള ആളെയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. 3. എന്നാണ് ഇലക്ഷൻ ആരംഭിക്കുന്നത്? പരിശുദ്ധ സിംഹാസനം ശൂന്യമായി 15 ദിവസം കഴിയുമ്പോഴേ ഇലക്ഷൻ ആരംഭിക്കാവൂ. എന്നാൽ എല്ലാ കർദിനാൾമാരും എത്തിച്ചേർന്നു എന്ന് ഉറപ്പായാൽ അതിനു മുമ്പ് തന്നെ ആരംഭിക്കാം. തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുവാൻ യോഗ്യതയുള്ള ആരും ഒഴിവാക്കപ്പെടാതിരിക്കുവാനാണിത്. എന്നാൽ ഗൗരവമായ കാരണങ്ങളുണ്ടെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ടും ഇലക്ഷൻ നീട്ടിവയ്ക്കാം. എന്നാൽ 20 ദിവസത്തിൽ കൂടുതൽ ആകരുത് എന്ന് മാത്രം. 4. എവിടെ വെച്ചാണ് ഇലക്ഷൻ നടത്തേണ്ടത്? നിലവിലുള്ള നിയമപ്രകാരം വത്തിക്കാനിലെ സിസ്റ്റൈൻ കപ്പേളയിൽ മാത്രമേ ഇലക്ഷൻ നടത്താവൂ. അതുകൊണ്ട് ഇലക്ഷൻ കഴിയുന്നതുവരെ പുറത്തു നിന്ന് ആരെയും അതിൽ പ്രവേശിപ്പിക്കുന്നതല്ല. ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ അതിൽ പങ്കെടുക്കേണ്ട കർദിനാൾമാരും ഇലക്ഷനിൽ സഹായിക്കുന്നവരും ദോമോസ് മാർത്തയിൽ അവർക്ക് നൽകിയിട്ടുള്ള മുറിയിൽ വന്ന് താമസിക്കണം. പുറമേ നിന്നുള്ള ആരെയും അവിടെ പ്രവേശിപ്പിക്കുവാൻ പാടില്ല. അകത്തുള്ളവർ പുറത്തുള്ള ആരുമായും സമ്പർക്കം നടത്താനും പാടില്ല എന്നതാണ് നിയമം. 5. പ്രാരംഭ നടപടിക്രമങ്ങൾ. ആദ്യം തന്നെ ഇലക്ഷനിൽ വിവിധ രീതികളിൽ സഹായിക്കുന്നവർ അതിൻ്റെ രഹസ്യാത്മകത സംബന്ധിച്ച് ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. ഇലക്ഷൻ സംബന്ധിച്ച വിവരങ്ങൾ പുതിയ മാർപ്പാപ്പയുടെ അനുവാദത്തോടെ അല്ലാതെ പുറത്തു പറയുന്നവർ മഹ്റോൻ ശിക്ഷയ്ക്ക് വിധേയരാകും. അവർ വിചാരണ കൂടാതെ തന്നെ തിരുസഭയിൽ നിന്ന് പുറന്തള്ളപ്പെടും. ഇലക്ഷനിൽ പങ്കെടുക്കുന്ന കർദിനാൾമാരുടെ കാര്യത്തിലും ഈ നിയമം ബാധകമാണ്. കോൺക്ലേവ് തുടങ്ങുന്ന ദിവസം രാവിലെ വത്തിക്കാൻ ബസിലിക്കയിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ക്രമങ്ങൾ ആരംഭിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് നിശ്ചിത സമയത്ത് ആഘോഷമായി എല്ലാവരും വിശുദ്ധ പൗലോസിൻ്റെ കപ്പേളയിൽ നിന്നും വേനി ക്രയാദോർ പാടി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇലക്ഷൻ നടക്കുന്ന സിസ്റ്റൈൻ കപ്പേളയിലേക്ക് ആഘോഷമായി പ്രവേശിച്ച ശേഷം കാർഡിനാൽ ഡീൻ്റെ നേതൃത്വത്തിൽ രഹസ്യം പാലിക്കുമെന്ന പ്രതിജ്ഞ ഏറ്റുപറഞ്ഞ് അതിൽ ഒപ്പുവയ്ക്കുന്നു. തുടർന്ന് ഒരു വൈദികൻ ധ്യാനം പ്രസംഗിക്കും. തുടർന്നുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം കാർഡിനൽ ഡീൻ ഇലക്ഷൻ സംബന്ധിച്ച നിയമങ്ങൾക്ക് വ്യക്തത വരുത്തും. ഭൂരിഭാഗം പേരും സമ്മതം നൽകിയാൽ തുടർന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. ഇലക്ഷൻ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും രഹസ്യമായി സൂക്ഷിക്കേണ്ടതുള്ളതിനാൽ
കർദിനാൾമാർ ഫോൺ ഉപയോഗിക്കാനോ പുറത്താർക്കും സന്ദേശങ്ങൾ അയക്കാനോ സ്വീകരിക്കാനോ പാടില്ല. ദോമോസ് മാർത്തയ്ക്ക് പുറത്തുള്ള ആരുമായും ആംഗ്യഭാഷയിൽ പോലും സംസാരം അനുവദനീയമല്ല. അതുപോലെ തന്നെ ബാഹ്യമായ സ്വാധീനങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഇലക്ഷൻ കഴിയുന്നതുവരെ പത്രം, റേഡിയോ, ടെലിവിഷൻ മുതലായവ ഉപയോഗിക്കാൻ അവർക്ക് അനുവാദമില്ല. ഇലക്ഷൻ സംബന്ധിച്ച് നടത്തുന്ന ചർച്ചകൾ, വോട്ടിംഗ് തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞാലും പുറത്തു പറയുന്നതല്ല. 6. തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ. ഇലക്ഷന് 3 ഘട്ടങ്ങളുണ്ട്. സ്ക്രൂട്ടിനിക്ക് മുമ്പുള്ള ഘട്ടം, സ്ക്രൂട്ടിനി ഘട്ടം, സ്ക്രൂട്ടിനിക്ക് ശേഷമുള്ള ഘട്ടം എന്നിങ്ങനെ ഇവയെ മനസ്സിലാക്കാം. ആദ്യഘട്ടത്തിൽ MC മാസ്റ്റർ ഓഫ് സെറിമണി മാർ ചതുരാകൃതിയിൽ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ബാലറ്റ് പേപ്പറുകൾ 3 എണ്ണമെങ്കിലും വീതം കർദിനാൾമാർക്ക് വിതരണം ചെയ്യുന്നു. അതിനുശേഷം കർദിനാൾമാരിൽ നിന്ന് തന്നെ 3 പേരെ പരിശോധനാ ഉദ്യോഗസ്ഥർ അഥവാ നിരീക്ഷകരായും 3 പേരെ രോഗികളിൽ നിന്ന് ബാലറ്റ് ശേഖരിക്കുന്നതിനായും 3 പേരെ പുനഃപരിശോധകരായും നറുക്കിട്ട് തിരഞ്ഞെടുക്കുന്നു. വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് വോട്ട് ചെയ്യുന്ന കർദിനാൾമാർ മാത്രമേ സിസ്റ്റൈൻ ചാപ്പലിൽ ഉണ്ടാകാവൂ. ബാലറ്റിൽ ഒന്നിൽ കൂടുതൽ പേരുകൾ രേഖപ്പെടുത്തിയാൽ അത് അസാധുവാകും. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. അൾത്താരയ്ക്ക് സമീപം വെച്ചിട്ടുള്ള ബാലറ്റ് പെട്ടിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റുകൾ നിക്ഷേപിക്കുന്നത് ഇപ്രകാരമാണ്. വോട്ട് ചെയ്ത ശേഷം കർദിനാൾമാർ മുൻഗണനാക്രമമനുസരിച്ച് കയ്യിൽ ഉയർത്തിപ്പിടിച്ച ബാലറ്റുമായി അൾത്താരയ്ക്ക് സമീപം വന്ന് ദൈവത്തിനു മുമ്പാകെ തിരഞ്ഞെടുക്കപ്പെടണമെന്ന് ഞാൻ വിചാരിക്കുന്ന വ്യക്തിക്കാണ് എൻ്റെ വോട്ട് നൽകിയിട്ടുള്ളത്. ഇതിന് കർത്താവായ ക്രിസ്തു എനിക്ക് സാക്ഷിയും വിധിയാളനുമായിരിക്കട്ടെ എന്ന് ശബ്ദം ചെയ്യുകയും ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുകയും ചെയ്ത ശേഷം അൾത്താരയെ വണങ്ങി സ്വസ്ഥാനത്തേക്ക് തിരികെ പോകുന്നു. രോഗികളായി ആരെങ്കിലും സ്വന്തം മുറികളിലാണ് കഴിയുന്നതെങ്കിൽ അവരുടെ വോട്ട് ശേഖരിക്കാൻ നിയുക്തരായവർ ബാലറ്റ് പെട്ടി എല്ലാ വോട്ടർമാരെയും തുറന്നു കാണിച്ച ശേഷം പൂട്ടി അവരുടെ മുറികളിൽ ചെന്ന് വോട്ട് ശേഖരിക്കുന്നു. ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് അവരും മേൽപ്പറഞ്ഞ പ്രതിജ്ഞ ചൊല്ലേണ്ടതുണ്ട്. തിരികെ വന്ന ശേഷം രോഗികളുടെ എണ്ണവും ബാലറ്റിൻ്റെ എണ്ണവും തുല്യമാണെന്ന് തിട്ടപ്പെടുത്തണം. അതുപോലെ തന്നെ രേഖപ്പെടുത്തിയ മൊത്തം വോട്ടുകളുടെ എണ്ണവും വോട്ടർമാരുടെ എണ്ണവും തുല്യമല്ലെങ്കിൽ എല്ലാ വോട്ടുകളും കത്തിച്ചു കളഞ്ഞ് വീണ്ടും വോട്ടെടുപ്പ് ആരംഭിക്കും. വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുന്നതാണ് 3-ാം ഘട്ടം. 3/2 ഭൂരിപക്ഷമുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ ഉടൻ മറ്റൊരു ബാലറ്റിംഗ് ആരംഭിക്കും. ഇങ്ങനെ ഉച്ചയ്ക്ക് മുമ്പ് 2 ബാലറ്റിംഗ്, ഉച്ചയ്ക്ക് ശേഷം 2 ബാലറ്റിംഗ് എന്ന രീതിയിലായിരിക്കും ഇലക്ഷൻ നടത്തുന്നത്. വോട്ടെണ്ണലിനും അതിൻ്റെ പുനഃപരിശോധനയ്ക്കും ശേഷം വോട്ട് ചെയ്ത കർദിനാൾമാർ സിസ്റ്റൈൻ ചാപ്പലിൽ വിട്ടുപോകുന്നതിന് മുമ്പ് തന്നെ എണ്ണിക്കഴിഞ്ഞ ബാലറ്റുകൾ അതിന് നിയുക്തരായവർ കത്തിച്ചു കളയേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലെങ്കിൽ ഇത് കത്തിക്കുമ്പോൾ കറുത്ത പുക വരത്തക്ക വിധം ചില കെമിക്കലുകൾ കൂട്ടിച്ചേർക്കുന്നു. തിരഞ്ഞെടുപ്പ് നടന്നാൽ വെളുത്ത പുക വരത്തക്ക വിധമുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ടാകും. ഇലക്ഷൻ തുടങ്ങിയാൽ എല്ലാ ദിവസവും രാവിലെയും ഉച്ചകഴിഞ്ഞും വോട്ടിങ്ങിന് മുമ്പ് കോൺക്ലേവ് ചടങ്ങുകളുടെ ക്രമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകളും തിരുക്കർമ്മങ്ങളും നടത്തിയ ശേഷമേ വോട്ടിംഗ് തുടങ്ങാവൂ. ഇലക്ഷൻ തുടങ്ങി 3 ദിവസമായിട്ടും ആരും തിരഞ്ഞെടുക്കപ്പെടുന്നില്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ഇലക്ഷൻ നിർത്തിവെച്ച് പ്രാർത്ഥനയും വിചിന്തനവും അനൗപചാരിക ചർച്ചകളും നടത്തിയ ശേഷമേ ഇലക്ഷൻ പുനരാരംഭിക്കാവൂ. തുടർന്ന് നടത്തുന്ന വോട്ടിങ്ങിൽ അതിനു മുമ്പ് നടന്ന ബാലറ്റിൽ കൂടുതൽ വോട്ട് കിട്ടിയ 2 പേരിൽ നിന്നുമായിരിക്കും ഒരാളെ തിരഞ്ഞെടുക്കേണ്ടത്. അവർ 2 പേരും ഇതിൽ വോട്ട് രേഖപ്പെടുത്തേണ്ടതില്ല. എന്നാൽ 3/2 വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടിയാലേ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. 7. തിരഞ്ഞെടുപ്പും പ്രഖ്യാപനവും. 3/2 ഭൂരിപക്ഷത്തോടു കൂടി ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അയാളോട് സമ്മതം ചോദിക്കുന്നതാണ് അടുത്ത നടപടി. കർദിനാൾ ഡീൻ അല്ലെങ്കിൽ കർദിനാൾ സംഘത്തിലെ 1-ാമനാണ് സമ്മതം ചോദിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടയാൾ സമ്മതം നൽകിയാൽ അദ്ദേഹം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന പേര് പറയാൻ ആവശ്യപ്പെടും. തിരഞ്ഞെടുക്കപ്പെട്ടയാൾ മെത്രാൻ പദവിയിലുള്ള ആളാണെങ്കിൽ അതോടുകൂടി അദ്ദേഹത്തിന് മാർപ്പാപ്പയുടെ എല്ലാ അധികാരവും പദവിയും ലഭിക്കുന്നു. അതായത് സമ്മതം നൽകുന്ന നിമിഷം മുതൽ അദ്ദേഹം റോമിൻ്റെ ബിഷപ്പും മാർപ്പാപ്പ എന്ന നിലയിൽ ലത്തീൻ സഭയുടെയും ആഗോള സഭയുടെയും മെത്രാൻ സംഘത്തിൻ്റെയും തലവനുമായിരിക്കും. ഇക്കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി കോൺക്ലേവ് ചടങ്ങുകളുടെ ക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഇക്കാര്യം ജനങ്ങളോട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വോട്ട് ചെയ്ത എല്ലാ കർദിനാൾമാരും പുതിയ മാർപ്പാപ്പയുടെ മുമ്പിൽ ആദരവ് പ്രകടിപ്പിക്കുകയും വിധേയത്വം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. വെളുത്ത പുകയും വത്തിക്കാൻ ബസിലിക്കയിൽ നിന്നുയരുന്ന കൂട്ടമണിയും മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതിൻ്റെ പരമ്പരാഗത അടയാളങ്ങളാണ്. ഇത് മനസ്സിലാക്കി പുറത്ത് കാത്തു നിൽക്കുന്ന ജനത്തോട് ഇലക്ഷൻ നടന്ന കാര്യവും പുതിയ മാർപ്പാപ്പയുടെ പേരും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ഏറ്റവും സീനിയറായിട്ടുള്ള കാർഡിനൽ ഡീക്കനാണ്. മാർപ്പാപ്പ ജനങ്ങൾക്ക് വത്തിക്കാൻ ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്നും അപ്പസ്തോലിക ആശീർവാദം നൽകുന്നതോടെ
എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുന്നു. പിന്നീട് നിശ്ചയിക്കപ്പെട്ട സമയത്ത് ലാറ്ററൻ ബസിലിക്കയിൽ വെച്ച് റോമിൻ്റെ മെത്രാനായി അദ്ദേഹം സ്ഥാനമേൽക്കും. വോട്ടർമാരായ കർദിനാൾമാർ ശബ്ദം ചെയ്യുന്നതുപോലെ ദൈവത്തിനു മുമ്പിൽ ഏറ്റവും യോഗ്യരായവരെ തിരഞ്ഞെടുക്കുവാൻ കർദിനാൾ സംഘത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.